ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്കമാലി ആഴകം ഇമ്മാനുവൽ മിഷൻ ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 1 തൊട്ട് 4 വരെയുള്ളതായ തിരുവചനങ്ങളാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 1 തൊട്ട് 4 വരെയുള്ള വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ അരുമനാഥനായ കർത്താവ് തൻ്റെ 33.5 വയസ്സ് വരെയുള്ള തൻ്റെ ജീവിതയാത്രയിൽ ശുശ്രൂഷയ്ക്കായിട്ട് 3.5 വർഷങ്ങളാണ് താൻ മാറ്റിവെച്ചത്. ആ കാലയളവിൽ കർത്താവ് ഈ ഭൂമിയിൽ തൻ്റെ ശിഷ്യന്മാരോടൊത്ത് യാത്ര ചെയ്യുന്നപ്പോൾ നിരവധി അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു നീണ്ട ലിസ്റ്റ് ബൈബിളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ എടുത്തു പറയാൻ കഴിയുന്ന 35-ലധികം അത്ഭുതങ്ങളെ നമുക്ക് കാണാം. അതൊരു അത്ഭുതമാണ് ഈ പറഞ്ഞ ഭാഗത്ത് നമ്മൾ വായിച്ച കുഷ്ഠരോഗിയുടെ സൗഖ്യം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഗുരുപ്രഭാഷണത്തിന് അനന്തരമായി ശിഷ്യന്മാരുമായി താഴോട്ട് ഇറങ്ങി വരുമ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഇടയിലൂടെ കടന്നു വന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പരാമർശിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ രോഗം പരാമർശിച്ചിട്ടുണ്ട്. ബൈബിൾ വളരെ കൃത്യമായി പറയുകയാണ്, അവന്റെ പ്രശ്നം കുഷ്ഠമായിരുന്നു. അവൻ യേശുവിന്റെ അടുക്കൽ വന്നു എന്നാണ് നമുക്ക് ഈ വാചനത്തിലൂടെ കാണാനായിട്ട് കഴിയുന്നത്. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, വളരെ പ്രാരംഭമായിട്ട് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് കൈമാറട്ടെ. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തും ആകട്ടെ, അത് ആരാലും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളോ വ്യാധികളോ എന്തും ആകട്ടെ, പരിഹരിക്കാൻ കഴിയുന്ന ലോകൈക രക്ഷകനായ യേശുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾ വരുമെങ്കിൽ നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ടെന്ന ജീവിതാനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് പങ്കുവെക്കാൻ കഴിയും. നോക്കൂ, കുഷ്ഠം എന്ന് പറയുന്നത് ഒരു വൈറസിനാൽ സംഭവിക്കുന്ന ഒന്നാണ്. അതൊരു പകർച്ചവ്യാധിയാണ്. ശരീരത്തിന്റെ തൊലിപ്പുറത്തുണ്ടാകുന്ന ഒരു പ്രത്യേകതരം രോഗമാണ് ഈ കുഷ്ഠം എന്ന് പറയുന്നത്. അത് തൊലിപ്പുറത്ത് വന്നാൽ ശരീരം മുഴുവൻ പഴുത്ത് അത് ചലനങ്ങളായി, പിന്നീട് അത് വ്രണങ്ങളായി, ഒരു മനുഷ്യനും അടുത്തു വരാൻ കഴിയാത്ത അസഹ്യമായ ദുർഗന്ധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വല്ലാത്ത വ്യാധിയാണ്. വർഷങ്ങൾക്കപ്പുറത്ത് ഇന്ത്യയിൽ ഉൾപ്പെടെ പടർന്നു വ്യാപരിച്ച ഒരു രോഗമാണ് കുഷ്ഠമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശരീരം മുഴുവൻ നീരുവെക്കും. തല തൊട്ടു കാൽപാദം വരെ ഈ രോഗങ്ങൾ വ്യാപിക്കാൻ സാധ്യതകളുണ്ട്. ശരീരത്തിൽ എവിടെയും അതിന്റെ സ്പർശനശേഷി, ഇത് രോഗം വന്ന സ്പർശനശേഷി നഷ്ടപ്പെടുമെങ്കിലും അസഹ്യമായ വേദന ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ കുഷ്ഠം എന്ന് പറയുന്നത്, ഈ രോഗം. ഇത് വന്നാലും സംഭവിക്കുന്ന ഒരു കാര്യം, ഇത് പകർച്ചവ്യാധി ആയതുകൊണ്ട് അവരെ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ടരാക്കും. അഥവാ ക്വാറന്റീനിലേക്ക് ഇവർക്ക് പോകേണ്ടി വരും. ആ പദമൊക്കെ മലയാളികൾക്കും ലോകജനതയ്ക്കും വളരെ പരിചിതമായത് ആ കൊറോണയുടെ കാലഘട്ടത്തിലാണ്. ഗൾഫിൽ നിന്നുമൊക്കെ വിദേശത്തു നിന്നൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നവരെ കൊറോണ കണ്ട്, അല്ലെങ്കിൽ കൊറോണ ഉള്ള നാട്ടിൽ നിന്ന് വന്ന അതിന്റെ പേരിൽ ആളുകളെ എയർപോർട്ടിൽ നിന്നൊക്കെ എന്താ പറയുന്നത്, ആളുകളെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞോണെ ക്വാറന്റൈനിലേക്ക് കൊണ്ടുപോയ കാഴ്ച മലയാളികൾക്ക് മറക്കാനായിട്ട് കഴിയത്തില്ല. കാലുകളിട്ട് കയ്യും കാലും ഒക്കെ അടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കൊതിച്ച ആളുകളെ
നമുക്ക് എല്ലാവർക്കും പത്രങ്ങളിലൂടെയും ന്യൂസ് ചാനലിലൂടെയും ഒക്കെ നമുക്ക് പരിചിതമാണ്, ഇല്ലേ? അത്രമാത്രം സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ബൈബിൾ ഭാഷയിൽ പറഞ്ഞ പാളയത്തിന് പുറത്ത് താമസിക്കാൻ വിധിക്കപ്പെട്ട ആളുകളാണ്. ഉദാഹരണം പറഞ്ഞാൽ വീട്ടുകാരിൽ നിന്ന്, അവരുടെ സുഹൃത്തുക്കളിൽ നിന്ന്, മതവുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന്, ആലയവുമായി ഒരു ബന്ധമില്ലാതെ സകലവിധമായ ബന്ധുക്കളിൽ നിന്നൊക്കെ അകറ്റി നിർത്തിയ ഒരു ഗ്രൂപ്പാണ് ഈ കുഷ്ഠരോഗികൾ എന്ന് പറയുന്നത്. 1871 കുഷ്ഠരോഗത്തിന് മരുന്ന് കണ്ടെത്താനായിട്ട് ഇടയായിത്തത്. അത് വൈറസ് ആണെന്നും അതിന്റെ മരുന്ന് കണ്ടെത്താനൊക്കെ ഇടയാക്കി തീർത്തത് 1871. എന്നെ കേൾക്കുന്ന ദൈവത്തിന് ജനമേ, 1871 വരെ അതൊരു വലിയ മാറാവ്യാധിയായിട്ട് ഒരിക്കലും മാറുമെന്ന് ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ഒരു രോഗമായി കുഷ്ഠരോഗം മാറി എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്ന ചിന്ത എന്താണെന്നറിയോ? ഒരു കുഷ്ഠരോഗി കർത്താവിന്റെ അടുക്കൽ വരിക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയായ ഒന്ന് അല്ലായിരുന്നു. സ്തോത്രം. 2-3 കാരണങ്ങൾ. ഒന്ന്, അതൊരു മാറാവ്യാധിയായി ജീവിതം ഇങ്ങനെ ഈ രോഗം കൊണ്ട് തീരും, പ്രതീക്ഷ നഷ്ടപ്പെട്ടവനായി, ആശ നഷ്ടപ്പെട്ടവനായി, സ്തോത്രം, ആരാനും ഒക്കെ കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ ആഹാരങ്ങൾ കൊണ്ട് സമൂഹമായിട്ട് ഒരു ബന്ധമില്ലാത്തവനായി, നിരാശനായി ജീവിതം ഒരു മൂലയിൽ തീരേണ്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഈ പറഞ്ഞ വേദഭാഗത്തെ കുഷ്ഠരോഗി. പക്ഷേ അവൻ ജീവിതത്തിൽ സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തു. എന്തായിരുന്നു ആ തീരുമാനം? എന്റെ ജീവിതം ഇവിടം കൊണ്ട് തീരേണ്ടതില്ല, ഞാൻ ഇവിടം കൊണ്ട് അസ്തമിക്കേണ്ടതില്ല, എനിക്ക് മാറ്റം വരുത്താൻ കഴിയുന്ന, എനിക്ക് എന്റെ ജീവിതത്തിൽ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരുത്തൻ ഉണ്ടെന്ന അറിവ് അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഉന്നതമായ അനുഭവങ്ങളിലേക്ക് അവനെ കൊണ്ടെത്തിച്ചു. കേൾക്കുന്ന സുഹൃത്തുക്കളെ, ദൈവജനമേ, ഒരു ദൈവദാസൻ എന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് പറയാം, വൈദ്യശാസ്ത്രം കൈവിട്ടതിന്, മെഡിക്കൽ സയൻസ് നോ പറഞ്ഞതിന്, ഡോക്ടേഴ്സിന് ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന് പരിഹരിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവന്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. ഇത് വളരെ സന്തോഷത്തോടെ നിങ്ങൾ പുതിയൊരു ചുവടെടുത്ത് വെച്ച് യേശുവിന്റെ അടുക്കിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ ആ യേശുവിന്റെ മുമ്പിൽ അഴിയാത്ത, പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നമില്ലെന്ന് ഒരു കർത്തദാസൻ എന്ന രീതിയിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് കഴിയും. പ്രിയരെ, നോക്കൂ, ആ മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നു. അവൻ ഡോക്ടറെ അടുത്ത് പോയി എന്നല്ല, മതമേലധ്യക്ഷന്മാരുടെ അടുക്കൽ പോയി എന്നല്ല, അവൻ പോയത് അവൻ യേശുവിന്റെ അടുക്കൽ പോയി എന്നുള്ളതാ. അതായത് അവൻ ഒരു കാര്യം അകത്ത് മനസ്സിലാകാൻ കഴിഞ്ഞ ഒരു കാര്യം, അവൻ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ യഹോവ റാഫയാണ്, യേശു സൗഖ്യദായകൻ എന്നുള്ള വലിയ അറിവാണ് അവനെ യേശുവിന്റെ അടുക്കൽ എത്തിച്ചത്. പ്രിയ ദൈവമക്കളെ, സ്തോത്രം, നിങ്ങളുടെ അറിവുകൾ, നിങ്ങൾ കേട്ട കേൾവികൾ യേശുവിലേക്കൊന്ന് കണക്റ്റഡ് ആകുമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിലേക്ക്, പുതുക്കത്തിലേക്ക് നടത്തുമെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം, അവൻ യേശുവിന്റെ അടുക്കൽ വന്നു. നോക്കൂ, ആ വചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, യേശുവിന്റെ അടുക്കൽ വന്നിട്ട് അവൻ യേശുവിനെ വിളിക്കുന്ന ഒരു പദം ഇങ്ങനെയാണ്. കർത്താവിനെ വിളിച്ചത്, ആമേൻ, യേശുവിനെ നമസ്കരിച്ചു, കർത്താവേ എന്ന് അവൻ വിളിച്ചു എന്നാണ് വചനം വായിക്കുന്നത്. ദൈവമക്കളെ, ഇത് പകൽ ഞാൻ പറയട്ടെ, സ്തോത്രം, അവൻ യേശുവിനെ കർത്താവേ എന്നാണ് വിളിച്ചത്. അതിന്റെ അർത്ഥം അവൻ മനസ്സിലാക്കി, യഹോവ അഡോനായിയാണ്, സർവശക്തനാണ്, യഹോവ റാഫയാണ്, അവൻ കർത്താവ്, അവൻ അധികാരമുള്ളവനാണ്, അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് വലിയ ബോധ്യമുള്ളത് കൊണ്ടാണ് അവൻ കർത്താവേ എന്ന് വിളിക്കാനായിട്ടിടയായി തീർന്നത്. ദൈവമക്കളെ, ഇന്ന് പകല് യേശു ആരാണെന്ന്, അവൻ സർവശക്തനാണെന്ന്, സർവ അധികാരിയാണെന്ന്, അവന് സകലവും കഴിയുമെന്ന്, സകലവും പരിഹരിക്കാൻ യേശു മതിയായ ദൈവമെന്ന് തിരിച്ചറിവ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ആ യേശുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾ അടുത്തു വരാൻ മനസ്സ് വെക്കാമോ? നോക്കൂ, ആ മനുഷ്യൻ അടുത്തു വന്ന്, യേശുവേ
കർത്താവേ എന്ന് അവൻ ഉച്ചസ്ഥം നിലവിളിക്കാനായിട്ടിടയായി. ദൈവമക്കളെ, എന്നെ പഠിപ്പിച്ച മറ്റൊരു ചിന്തയോടെ അതിനോട് കണക്ട് ചെയ്ത് ഞാൻ പറയാം. നോക്കൂ, ഒന്ന്, അവൻ കർത്താവേ എന്ന് വിളിച്ചു. രണ്ട്, അവൻ യേശുവിന്റെ അടുക്കൽ വന്ന് നമസ്കരിച്ചു എന്നാണ് വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. നോക്കൂ, നമസ്കരിക്കുക എന്നാൽ ആരാധിക്കുക എന്നൊരർത്ഥം കൂടി അതിനകത്തുണ്ട് കേട്ടോ. എല്ലാവരുടെയും മുമ്പിൽ നമസ്കരിക്കാറില്ല, എല്ലാവരെയും വണങ്ങാറില്ല. സ്വത്രം അവ മനസ്സിലാക്കി, ഈ മനുഷ്യൻ ആരാധനയ്ക്ക് യോഗ്യനെന്ന്, സ്തുതിക്കാൻ യോഗ്യനെന്ന്, ആമേൻ സ്തോത്രം, കുമ്പിടാൻ യോഗ്യനെന്ന് ഒരു യഹൂദനെ സംബന്ധിച്ച് അവൻ എല്ലാവരുടെയും മുമ്പിൽ നമസ്കരിക്കാറില്ല, എല്ലാവരുടെയും മുമ്പിൽ വണങ്ങാറില്ല. വണങ്ങേണ്ടത് ദൈവത്തെയാണ്, ആരാധിക്കേണ്ടത് സർവശക്തനെയാണെന്ന തിരിച്ചറിവിൽ അവൻ ദൈവത്തിന്റെ അടുക്കൽ വന്ന് അവൻ കുമ്പിട്ട് ആരാധിക്കുകയാണ്. ദൈവമക്കളെ, ഒരു വെളിപ്പാട് ഞാൻ അവിടെ നിന്ന് പറയാം. ശരിയായ വെളിപ്പാട് അകത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, യേശു ആരാണെന്ന് ശരിയായ പിക്ചർ അകത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, സ്വത്രം അവർക്ക് ആർക്കും അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അവൻ ഇരിക്കുന്ന ഇടപ്പടം വിട്ട് സാഹചര്യങ്ങളെല്ലാം മറികടന്ന് ഓടി ആരാധിക്കേണ്ടവന്റെ ആമെ പാതാരബന്ധങ്ങളിൽ അഭയം ചൊല്ലുന്ന ചരിത്രം വേദോസ്തവത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, യേശു ആരാണെന്ന് വെളിപ്പാട് കിട്ടിയാൽ അവൻ ആരാധന കൊടുക്കണം എന്നാണ് ആ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേൾക്കുന്ന ദൈവജനമേ, വളരെ സന്തോഷത്തോടെ ഈ പകൽ ഞാൻ പറയട്ടെ, ക്രിസ്തു ആരാണെന്ന് വെളിപ്പാടുണ്ടെങ്കിൽ അത് ആരാധന അവൻ യേശുവിന് കൊടുക്കുമെന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, കരങ്ങളിൽ ഒന്ന് ഉയർത്തി യേശു അപ്പായിക്ക് ഒരു ആരാധന കൊടുക്കാനായിട്ട് കഴിയുമോ? ഒരു സ്തോത്രം എന്ന് പറയാനായിട്ട് പറ്റുമോ? ഒരു ഹല്ലേലൂയ പറയാനായിട്ട് സാധിക്കുമോ? പ്രിയരെ, നോക്കൂ, ആരാധിക്കേണ്ടത് യേശുവിനെയാണ്, നമസ്കരിക്കേണ്ടത് അത്യുന്നതനായ ദൈവത്തെയാണ്. അത് മനുഷ്യനെയല്ല, അത് വ്യക്തികളെയല്ല, മറ്റേതെങ്കിലും ഇടങ്ങളിൽ പോയിട്ടല്ല, സർവശക്തനായ ദൈവത്തെയാണ്, അഥവാ യേശുവിനെയാണ് ആരാധിക്കേണ്ടതെന്ന് വലിയ ബോധ്യം അവന്റെ അകത്ത് ലഭിച്ചു എന്ന് വേണം നമുക്ക് ആ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. മൂന്നാമത്തെ എന്റെ ചിന്ത ഞാൻ പ്രസംഗിക്കട്ടെ. നോക്കൂ, ഒന്ന്, അവൻ യേശുവിന്റെ അടുക്കൽ വന്നു. രണ്ട്, അവൻ യേശുവിനെ കർത്താവേ എന്ന് വിളിച്ചു. മൂന്ന്, അവൻ യേശുവിനെ ആരാധിച്ചു. ആമേൻ സ്തോത്രം. ഇതിൽ നിന്ന് ഞാനൊരു കാര്യം കൂടെ പറയാം. അവൻ യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ അവന്റെ മുമ്പിൽ ഒത്തിരി പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു, ഒത്തിരി ബാരിക്കേഡുകൾ ഉണ്ടായിരുന്നു, ഒത്തിരി ഹഡിൽസുകൾ അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? സമൂഹം അവനെ ഭ്രഷ്ട് കൽപ്പിച്ച് സമൂഹത്തിന്റെ പുറത്തേക്ക് ക്വാറന്റീനിൽ അവനെ ആക്കിയതായിരുന്നു. അവനിനി സമൂഹത്തിലേക്ക് വന്നുകൂടാ, അവനിനി കൂട്ടങ്ങളിലേക്ക് വന്നുകൂടാ, അവൻ ഏകാന്ത ജീവിതം നയിക്കാൻ വിധി കൽപ്പിക്കപ്പെട്ടവനാണ്. പക്ഷേ അവൻ ആയിരിക്കുന്ന ഇടത്തിൽ യേശുവിനെ കുറിച്ചുള്ള ഒരു ശ്രുതി കേട്ടപ്പോൾ, ഒരു വാർത്ത അകത്ത് കിട്ടിയപ്പോൾ അവനൊരു തീരുമാനമെടുത്തു. ഞാൻ ഇവിടെ ഇരുന്നപ്പോഴാ ഈ പ്രതിബന്ധികളെ പൊട്ടിച്ച് ഞാൻ യേശുവിന്റെ അടുക്കൽ പോകും എന്നുള്ള ചിന്ത. രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീയുടെ ചരിത്രവും ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ സഹോദരിയും എന്താ ചെയ്തേ? സമൂഹത്തിന്റെ നിയമം അനുസരിച്ച് വീട്ടിൽ ഒതുങ്ങേണ്ടവളാണ്. പക്ഷെ അവളും തീരുമാനമെടുത്തു, ഞാൻ യേശുവിന്റെ അടുക്കൽ പോയി അവന്റെ ശരീരത്തിന്റെ വാലുകൾ, അവന്റെ വസ്ത്രത്തിൽ ഞാനൊന്ന് തൊടുമെന്ന്. അവളുടെ അകമറിഞ്ഞൊരു വിശ്വാസം അവളെ രക്ഷിച്ചു. സ്തോത്രം. ആമേൻ. അതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവമക്കളെ, ഇന്ന് പകല് സമൂഹം നിനക്കിട്ട ഭ്രഷ്ടം, സമൂഹം ഇട്ട വിലക്കും, സമൂഹത്തിന്റെ മതങ്ങളിട്ട ചില വേലിക്കെട്ടുകളും പൊട്ടിച്ച് ഇന്ന് പകൽ യേശുവിന്റെ അടുക്കലേക്ക് നിനക്കൊന്ന് വരാൻ മനസ്സുണ്ടെങ്കിൽ യേശുവിന്റെ ശക്തി നിന്റെ ശരീരത്തിൽ അനുഭവിക്കാനായിട്ട് കഴിയും. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽ ഒരുപക്ഷെ കുഷ്ഠമല്ലായിരിക്കാം നമ്മെ ബാധിച്ചിരിക്കുന്നത്. കുഷ്ഠത്തെക്കാൾ വലിയ ചില സാമൂഹിക പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ, ആമേൻ, അതല്ലെങ്കിൽ ഒരു പക്ഷേ മദ്യപാനമായിരിക്കാം, മയക്കുമരുന്നായിരിക്കാം, ആമേൻ, കുടുംബ തകർച്ചകളായിരിക്കാം, രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ നിന്റെ ജീവിതവും നിന്റെ കുടുംബവും ഒക്കെ കടന്നു പോകുന്ന പ്രതിസന്ധികളായിരിക്കാം. പക്ഷെ ഇന്ന് പകൽ എനിക്ക് നിങ്ങളെ നോക്കി പറയാനുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എത്ര വലുതുമായിക്കൊള്ളട്ടെ, ആ യേശുവിന്റെ അടുക്കലേക്ക് വരാൻ മനസ്സുണ്ടെങ്കിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു
യേശു നിങ്ങൾക്കുണ്ടെന്ന് ഈ രാവിലെ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക പ്രിയരെ. സ്തോത്രം. വളരെ സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുഷ്ഠം എത്ര വലുതുമാകട്ടെ, നിങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ദുർഗന്ധം പോലെ വമിച്ച് മറ്റൊരാൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തു വരാൻ കഴിയാതെ വണ്ണം സമൂഹത്തിനൊരു തലവേദനയായി, വീട്ടുകാർക്കൊരു ബാധ്യതയായി, സ്തോത്രം, അളലിയ കുടുംബത്തിന്റെ അകത്ത് അസ്വസ്ഥതകൾ വാരി വിതറുന്നവനായി കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ ഇന്ന് പരിശുദ്ധാത്മാവിന്, ദൈവത്തിന് നിങ്ങളെ നോക്കി പറയാനുണ്ട്, മടി കൂടാതെ, നീ അറച്ചു നിൽക്കാതെ പരിഹരിക്കാൻ കഴിയുന്ന സർവേശ്വരനായ യേശുവിന്റെ അടുക്കിലേക്ക് അടുത്തു വരാൻ കർത്താവ് ഇന്ന് പകൽ ആഹ്വാനം ചെയ്യുകയാണ്. നോക്കൂ, ആ മനുഷ്യൻ രണ്ടും കൽപ്പിച്ച്, ഒത്തിരി സന്ദേഹങ്ങളുണ്ട്, ആശങ്കകളുണ്ട്. യേശുവിന്റെ പ്രതികരണം എന്തായിരിക്കും? നാട്ടുകാരുടെ പ്രതികരണം എന്തായിരിക്കും? നമുക്കറിയാം, കൊറോണയുടെ കാലഘട്ടത്തിൽ നമ്മുടെ അടുക്കൽ ഉള്ള ഒരു വ്യക്തിക്ക് കൊറോണ ഉണ്ടെന്ന് കേട്ടാൽ ആ വ്യക്തിയെ അടുക്കൽ നിന്ന് എത്രയും പെട്ടെന്ന് അകലം പാലിക്കുന്ന ഒരു വ്യക്തികളായിരുന്നു നമ്മള്. സ്വത്രം. ഇപ്പോൾ നിപ്പായും മറ്റു പല രോഗങ്ങളുണ്ട്. എത്രമാത്രം ഭയപ്പാടോടുകൂടിയാണ് നമ്മൾ അങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് പോകുന്നത്. കാരണം നമ്മൾ എപ്പോഴും ഡിഫെൻഡീവ് മോഡാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു രോഗങ്ങൾ വരാതെ, ഒരു പ്രതിസന്ധികൾ വരാതെ നമ്മുടെ ഭാവി ഏറ്റവും സെക്യൂർ ആക്കി നിൽക്കുന്ന കാലഘട്ടത്തിൽ നോക്കൂ, ഈ വ്യക്തി അന്ന് മെഡിസിൻ കണ്ടെത്താത്ത കാലഘട്ടത്തിൽ ആ മനുഷ്യൻ യേശുവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഒത്തിരി ഭയങ്ങൾ അവന്റെ അകത്തുണ്ടാകാം. യേശുവിന്റെ പ്രതികരണം എന്തായിരിക്കും? സ്തോത്രം. വചനം പഠിക്കുന്ന ദൈവം ഇതിന് സന്തോഷത്തോട് പറയാൻ പറ്റും, അവൻ സൗഖ്യദായകനും, അവൻ നമ്മുടെ ഉടമസ്ഥനും, അവൻ നമ്മുടെ സൃഷ്ടാവുമാകയാൽ അവന്റെ അടുക്കൽ വരുന്നവനോട് അവൻ ആർദ്രതയുള്ളവനാണ്. സ്തോത്രം. യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ യേശു അവനെ ശാസിച്ചില്ല. നീ എന്തിനാ ഇങ്ങോട്ട് വന്നെന്ന് ചോദിച്ചില്ല. ആരടാ നിന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെന്ന് ചോദിച്ചില്ല. സ്തോത്രം. ഇറങ്ങി പോടാ എന്ന് പറഞ്ഞില്ല. പിന്നെ എന്താ യേശു ചെയ്ത്? യേശു അവനെ കെട്ടിപ്പിടിച്ചു. യേശു അവനെ ആലിംഗനം ചെയ്തു. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, സമൂഹത്തിന്റെ ഏത് തുറയിലായിക്കോട്ടെ നിങ്ങൾ, സ്തോത്രം, യേശുവിന്റെ അടുക്കലേക്ക് വരാമെങ്കിൽ അവന്റെ അടുക്കൽ വരുന്നവനെ വിശുദ്ധ ബൈബിൾ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നു, തന്നിൽ ആശ്രയിക്കുന്നവനെ ഒരു നാളും കൈവിടാത്ത കർത്താവ്. ഞങ്ങൾക്ക് സന്തോഷത്തോടെ ഒരു കർത്തദാസൻ എന്ന രീതിയിൽ ജീവിതത്തിന്റെ കർത്താവ് കഴിഞ്ഞ നാളുകളുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വളരെ സന്തോഷത്തോടെ പറയാം, ഈ യേശു കൈവിടുന്നതയോ അല്ല. അടുത്തു വരാൻ മനസ്സുണ്ടെങ്കിൽ അവനെ ചേർത്ത് പിടിക്കുന്ന കർത്താവ്. അവൻ അടുത്തു വന്നപ്പോൾ അടുത്ത മാത്രയിൽ കർത്താവിന്റെ അടുക്കൽ വന്ന് അവനോട് മിണ്ടുവാനും പറയാൻ ഒരു അവസരം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൻ യേശുവിനോട് പറയുക, ഗുരു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. അതാ ഞാൻ പറഞ്ഞേ. സ്തോത്രം. നിനക്ക് ചിലത് കഴിയുമെന്ന് ആ മനുഷ്യൻ വിശ്വസിച്ചു കേട്ടോ. സ്തോത്രം. കുഷ്ഠരോഗിക്ക് സൗഖ്യമുണ്ടാകാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം, സ്തോത്രം, വൈദ്യന്മാർക്ക് കഴിയാത്തത്, സ്തോത്രം, എന്റെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ എന്റേതായ സ്വയമായ പരിശ്രമങ്ങൾ കൊണ്ടോ എനിക്ക് നേടിയെടുക്കാൻ കഴിയാത്ത ചിലത് യേശുവിന് കഴിയുമെന്ന് അവൻ വിശ്വസിച്ചു കേട്ടോ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശ്വാസത്താൽ കൊണ്ടല്ലാതെ ദൈവത്തെ ഇന്ന് ചിലതെന്തെങ്കിലും നേടിയെടുക്കാമെന്ന് നമ്മളാരും വ്യാമോഹിക്കണ്ട. സ്വത്രം. വിശ്വാസത്താൽ മാത്രമേ ചിലതൊക്കെ അവൻ നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. ബൈബിൾ അതുകൊണ്ടാണ് പറയുന്നത്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന്. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നോ, താൻ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, താൻ അടുത്ത് വരുന്നവർക്ക് ഉത്തരം അരുളുമെന്ന് വിശ്വസിക്കേണ്ടതാകുന്നു എന്നോ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. വാത്സല്യ ദൈവമക്കളെ, ഞാൻ ഇത് പകൽ പറയട്ടെ, കർത്താവിന്റെ അത്ഭുത പ്രക്രിയ നിങ്ങൾ വിശ്വസിക്കുക. നാലാമത്തെ അവസാനമായിട്ട് ഞാൻ ചിന്ത ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, അവൻ അടുത്തു വന്ന് അവൻ പറഞ്ഞു, യേശുവിനോട് തന്റെ ആവശ്യം പറഞ്ഞു, നിനക്ക് എന്നെ ശുദ്ധമാക്കാൻ കഴിയും. ദൈവമക്കളെ, നിങ്ങളുടെ പ്രശ്നം എന്നാ? നിങ്ങളുടെ വ്യാകുലങ്ങൾ എന്താണ്?
അത് യേശുവിനോട് പറയണം. വിശ്വാസം മാത്രം പോരാ, യേശുവിനെല്ലാം അറിയാം, സത്യമാ. പക്ഷേ നിന്റെ വായിലൂടെ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. ഹൃദയം തുറന്ന് കർത്താവിന് പോടാ. നിന്റെ പ്രതിസന്ധി, നിന്റെ കടഭാരം, നിന്റെ രോഗം, നിന്റെ തലമുറയെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ, നിനക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത നിന്റെ പാപ സ്വഭാവങ്ങൾ എന്തു ആകട്ടെ സഹോദര സഹോദരിയെ, നീ ആ യേശുവിനോട് പറ. സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് അവന് നിങ്ങളെ നിറയ്ക്കാൻ കഴിയും, അവന് നിങ്ങളെ രക്ഷിക്കാനായിട്ട് കഴിയും, അവന് നിങ്ങളെ തൊടാനായിട്ട് കഴിയും. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞ് അവനെ തൊട്ടു. അടുത്ത സെക്കൻഡിൽ പറഞ്ഞു, അവൻ ക്ഷണത്തിൽ അവന്റെ കുഷ്ഠം മാറി എന്നാണ്. വാത്സല്യ ദൈവമക്കളെ, ഇന്ന് പകൽ എനിക്ക് സന്തോഷത്തോടെ പറയാൻ പറ്റും, യേശു ഒരു ഒറ്റ വാക്ക് കൽപ്പിച്ച, യേശുവിന്റെ ഒരു നോട്ടത്തിങ്കൽ, യേശുവിന്റെ ഒരു സ്പർശനത്തിങ്കൽ ആമേൻ നൂറ്റാണ്ടുകളായി അല്ല വർഷങ്ങളായി പഴക്കമുള്ള ഏത് വിഷയത്തിനും പരിഹാരം ഒരൊറ്റ സെക്കൻഡിന്റെ അകത്തുണ്ടെന്ന് ഈ ചരിത്രത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചെടുക്കുകയാണ്. സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് പകൽ ഞാൻ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. ആ കുഷ്ഠരോഗി താൻ തിരിച്ചറിഞ്ഞു, ഞാൻ ഇവിടെ നിന്നാൽ നശിക്കും, എന്റെ ജീവിതം അവിടെ കൊണ്ട് അസ്തമിക്കും. പക്ഷേ ഇതിനൊരു പ്രതിവിധി യേശുവിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഒരിക്കലും ആമേൻ പ്രതിശാന്തിയില്ലാത്ത മാറ്റമില്ലാത്ത രോഗത്തിന്റെ വിടുതലിനായി അവൻ യേശുവിന്റെ അടുക്കൽ വന്നു. അവൻ യേശുവിനെ കർത്താവേ എന്ന് വിളിച്ചു. അവൻ യേശുവിന് ആരാധന കൊടുത്തു. യേശുവിന്റെ അടുക്കൽ അവൻ വിശ്വാസത്തെ പ്രഖ്യാപിച്ചു. യേശുവിനോട് അവന്റെ വിഷയം ഏറ്റു പറഞ്ഞു. ഇതെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ യേശു തന്റെ കരം നീട്ട് അവനെ തൊട്ടു. വാശിൽ ദൈവമക്കൾ ഒന്നോടെ കേൾത്തിയാണ് ഇങ്ങനെ പറയാം. ആമേൻ. ഞാന് അതിന്റെ ഒറിജിനൽ ഭാഷകളിൽ നിന്നൊക്കെ വിവർത്തനം ചെയ്തെടുത്ത് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത്, യേശു തൊട്ടു എന്നതിന് മനസ്സിലാക്കുന്നത് ഹി എംബ്രൈസ്ഡ് വിത്ത് ഹിം എന്നാണ്. യേശു അവനെ കെട്ടിപ്പിടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നോക്കൂ, ഒരു കുഷ്ഠരോഗിയെ ദൂരത്തുനിന്ന് കാണുമ്പോൾ, അല്ല അടുത്തു വരാൻ ആരും ആഗ്രഹിക്കാതിരിക്കുമ്പോൾ യേശു അവനെ ചെന്ന് അവന്റെ വയലിന്റെ ഒരു അരറ്റം കൊണ്ട് തൊടുവല്ല എന്ന് ചെയ്തു, യേശു അവനെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. ഇന്ന് പകൽ ദൈവമക്കളെ, ഇന്ന് യേശു നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുക. യേശുവിന് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങളുടെ ജീവിതം എത്ര തകർന്നായിക്കോട്ടെ, അടുത്തു വരാൻ മനസ്സുണ്ടോ? അടുത്തു വാ, കർത്താവിന്റെ അടുക്കിലേക്ക് അടുത്തു വാ. അവൻ നിങ്ങളെ അള്ളിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ചുംബനം നൽകി നീ എന്റെ സ്വന്തമാണെന്ന് പറഞ്ഞ് നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ മാനം നൽകാൻ, പുതിയൊരു ദിശാബോധം നൽകി തരാൻ, നിന്റെ ജീവിതത്തെ പ്രത്യാശ വഴി നടത്താൻ, അവൻ സമൂഹത്തിന്റെ ഭാഗമാക്കി തീർക്കാൻ, പ്രത്യാശയുള്ള ഗ്രൂപ്പിന്റെ കൂടെയാക്കി മാറ്റാൻ, പഴയ ആ സന്തോഷകരമായ അനുഭവത്തിലേക്ക് കുടുംബത്തോടൊത്ത് തലമുറയോടൊത്ത് ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ, അല്ല അതിനപ്പുറത്ത് ദൈവം നൽകുന്ന നിത്യതയുടെ പ്രത്യാശ നൽകി ആ നിത്യതയുടെ ദൂരത്തേക്ക് നിന്നെ നടത്താൻ കഴിയുന്നത് ശ്രീ യേശുവിന് മാത്രമാണ്. അതുകൊണ്ട് നിന്റെ ഏത് പാപമാകട്ടെ, ഏത് പ്രശ്നമാകട്ടെ, കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന് പറ, ഞാനൊരു പാപിയാണ്, ഞാൻ തകർന്നവനാണ്, ഞാൻ ഒറ്റപ്പെട്ടവനാണ്, നീ എന്നോട് ക്ഷമിച്ച് എൻ്റെ പാപങ്ങളെ മോചിച്ച് നീ എന്നെ ഒന്ന് ശുദ്ധമാക്കാൻ, എന്നെ ഒന്ന് കഴുകാൻ പറയാമോ? അവൻ അത്ഭുതകരമായി നിങ്ങളെ തൊടാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങളായിരിക്കുന്ന ആ ഇരിപ്പിടത്തിൽ വെച്ച്, നിങ്ങൾ നിൽക്കുന്ന ആ ബസ്സിൽ വെച്ച്, നോ മാറ്റർ നിങ്ങൾ എവിടെയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ആ ദൈവത്തിൽ നിന്ന് കണ്ണുകൾ അടച്ച് ആ യേശുവിനോടൊന്ന് പ്രാർത്ഥിക്കാമോ? ഈ പകൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ കർത്താവ് നിങ്ങളെ തൊടും. നിങ്ങൾക്ക് അത്ഭുത സൗഖ്യങ്ങൾ, ഒരിക്കലും വിട്ടുമാറാത്ത യേശു പോലെയുള്ള രോഗങ്ങളെ എന്റെ കർത്താവിന് തൊടാൻ മനസ്സുണ്ട് കേട്ടോ. ശരീരത്തിൽ വന്ന ചില മോടകളെ തൊടാൻ കർത്താവിന് മനസ്സുണ്ട്. അത്ഭുതകരമായ ചില സൗഖ്യങ്ങൾ ഈ പകൽ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കാൻ പോകുക. നിങ്ങൾ ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച് അത്ഭുതകരമായ യേശുവിന്റെ മഹത്വം നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ പോവുക. പരിശുദ്ധ പിതാവേ, നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വചനം കേട്ട ദൈവജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ ദൈവം ഈ ജനത്തിനുമേ സംഭവിക്കട്ടെ അപ്പ. അതിനായിട്ട് ദൈവകരങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം ഞങ്ങൾ കർത്താവിന് തരട്ടെ, യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.